ദിവസത്തെ ഓട്ടത്തിൻ്റെ വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ടാണ് ഇട്ടേക്കണത്. അപ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊന്നും ഞാൻ പറയാനില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, മല്ലു ബസ് ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പരിപാടി നമ്മളൊരു ഓട്ടം വന്നേക്കാണ്. അതായത് നമ്മൾ ചേരാനല്ലൂർ ഒരു സ്കൂളിൽ നിന്നാണ്, ചെറിയ പിള്ളേരായിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ സിൽവർ സ്ട്രോമാണ് നമ്മൾ പോണത്. അപ്പോൾ വണ്ടി ഏതാന്ന് ചോദിച്ചേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക? അതെ, വണ്ടി വേണേൽ ബാക്കിൽ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. എന്തേ വണ്ടിയുടെ യാസി ഇതുണ്ടോ? ഇതാണ് നമ്മൾ ഇന്ന് പോണ വണ്ടി. കാരണം വേറൊന്നുമല്ല, ഞാൻ ഈ വണ്ടിയിലാണ് നമ്മൾ ആദ്യമായിട്ട് ടൂറിസ്റ്റ് ബസ് മേഖലയിലേക്ക് ഞാൻ കയറി വന്നത്. ഈ വണ്ടിയിലൂടെയാണ്. ഈ വണ്ടിയാണ് എൻ്റെ ആശാനെന്ന് പറയാം. അപ്പോൾ ആ വണ്ടിയിൽ കുറേ നാൾക്ക് ശേഷം എൻ്റെ മുതലാളി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ട്രിപ്പ് വന്നതാണ്. അപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽവർ സ്ട്രോമാണ്. അധികം വർക്കൊന്നും ചെയ്യാത്ത വണ്ടിയാണ്. എങ്കിലും അകം കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും. എങ്കിലും പുറം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മുതലാളി. അബിക്ക് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. കുറേ നാൾക്ക് ശേഷമാണ് വണ്ടിയിലെ ഫീൽഡിലായിട്ട് ഞാൻ വന്നത്. നമ്മുടെ പിള്ളേരാട്ടാ, ചെറിയ പിടിക്കാച്ചി പിള്ളേരായിട്ടാണ് പോണത്. ചെറുക്കണം നിങ്ങൾ നോക്കി വന്ന് വേണ്ട. ഇതാണ് ചെറുക്കൻ. വണ്ടി എങ്ങനെയുണ്ട്? ലിപ്പൊക്കെ ചെയ്ത് വെറുതെ സീനാക്കി വെച്ചേക്കണ വണ്ടി. അത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ പുതിയ നല്ല നല്ല ക്ലീനർമാർ വരാനകത്ത് വണ്ടി മാറും. അത് നമ്മുടെ സൈഡിൽ സാധനമൊക്കെ ചെയ്തത് വീൽ കപ്പൊക്കെ കയറ്റി നമ്മുടെ വണ്ടി സെറ്റാക്കി നിർത്തേക്ക്. നമ്മുടെ BMR വണ്ടിയാണ് കേട്ടോ. ഇത് ഫ്രണ്ടും ബാക്കും പൊട്ടിച്ച് പണിതാണ്. എന്താ പണ്ടത്തെ ഫോട്ടോ ഞാൻ അതിൻ്റെ അകത്തേക്ക് വണ്ടിയുടെ ഒരു വീഡിയോ ഞാൻ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തുള്ള വണ്ടി ഇപ്പുറത്തുള്ള വണ്ടി തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കണേ. ഇതാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടിയിലാണ് എൻ്റെ തുടക്കം ഈ ടൂറിസ്റ്റ് ബസ് മേഖലയിലേക്ക്. അബിക്കാ ഇപ്പം എങ്ങോട്ടാ പോണത്? സിൽവർ സ്ട്രോം സ്ഥലത്തിന് ചേരാനല്ലൂരാ. ചേരാനല്ലൂരും സിൽവർ സ്ട്രോമാണ്. അപ്പോൾ നമ്മുടെ ചെറുക്കൻ നമ്മളെ കൊണ്ട് ഇട്ടുണ്ട്. വേറെ ആരുമില്ല, നമ്മൾ മാത്രമല്ല. സാധാരണ ഇങ്ങനെയൊക്കെ പോകുന്നത് ഒരു 3-4 വണ്ടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ ഇവിടെ. അതേപോലെ തന്നെ അതെ നമ്മുടെ പുള്ളങ്ങളൊക്കെ ചെറിയ പുള്ളങ്ങളൊക്കെ ദൈവം നിൽക്കണം. ഇവരൊക്കെ ഇങ്ങനെ ഇവരെയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നേരെ ബാക്കി വിശേഷം ഫോട്ടോ എടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളിൽ അങ്ങോട്ട് പുറകെ കാണിച്ചു തരാം. അങ്ങനെ നമ്മളതേ നമ്മുടെ സിൽവർ സ്ട്രോമിലേക്ക് എത്തി കേട്ടോ. അതേ ആണ്ടതീ കാണാണ് ഈ പറഞ്ഞ സ്ഥലം സിൽവർ സ്ട്രോം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി പോയപ്പോൾ കാണിച്ചതാണ്. ഈ പോകുന്ന വഴിക്ക് നമ്മുടെ അവിടെ നിന്ന് അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ആണോ നമ്മുടെ വണ്ടിയായിട്ട് വന്നേക്കണത്. ചിക്കൻ കിടക്കണം. പിള്ളേരൊക്കെ വിട്ട് ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് പോകണം. ചായ കുടിക്കണം. അതാണ് പരിപാടി. ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ. ചെറിയ പരിപാടി ആയിരിക്കും. ഇങ്ങനെ ചെക്കനെ കൂടെ തിളച്ചിട്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നാൽ ചായ കുടിക്കുമ്പോൾ ദൈവോട് ഈ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടി നമ്പർ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള പാസും കാര്യങ്ങളും കിട്ടും. അതേപോലെ തന്നെ വൈകിട്ട് വരാൻ നേരത്ത് നമുക്കൊരു 250 രൂപയും കിട്ടും കേട്ടോ. നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് ഇടുവന്നാണിത്. മോര് ഭയങ്കര പണി. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് പാർക്കിങ്ങിലാണ് വണ്ടി കൊണ്ട് ഇട്ടേക്കുന്നത്. ഇത് നേരെയാക്കാണ് റോഡുണ്ട്. ആ റോഡ് പോയി കണ്ട നേരെ ഏഴാറ്റുമുഖം ആ ഒരു അങ്കമാലിക്ക് മുന്നേ, അത് ഇവിടെ നിന്ന് പോകുമ്പോൾ അങ്കമാലിക്ക് മുന്നേ എന്നൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ ചെന്ന് കയറും ആ റോഡ് ഏഴാറ്റുമുഖം. അപ്പോൾ അബീക്കയും കൂടി നടന്നിരിക്കുക. അബീക്ക് വയറിരിക്കണം ചോറ് ആരുമല്ല, അത് വീഡിയോ ആണ്. ആരാന്നത് വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയില്ലേ, യൂട്യൂബ് ചാനലിനകത്ത് വീഡിയോ ഇടാനാണ്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് വാങ്ങിക്കാനായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിവിടെ പിള്ളേരെ കൊണ്ടുവന്ന് നമ്മുടെ ഒരു വണ്ടിക്ക് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഫുഡ് ഫ്രീ ആണ് ഇവിടെ. അത് നല്ല മറ്റേ ഈ എന്നാണ് ഇപ്പോൾ സീസണായിട്ടുള്ള ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ കിട്ടിയെന്ന് വരും. ഇപ്പം ഇന്ന് ചെന്നപ്പോൾ ചോറായിരുന്നു കിട്ടും. ചോറും ചിക്കൻ കറി അത് സെറ്റപ്പായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്നൊരു കൂപ്പൺ തരും. ആ കൂപ്പൺ നമുക്ക് കൊണ്ടു കൊടുക്കാൻ നമുക്ക് അതേപോലെ തന്നെ ഒരു വണ്ടിക്ക് 250 രൂപ കിട്ടും. ഇപ്പം ഇവിടെ ഓരോ പാക്കേജ് എടുക്കണ പോലെ ഇരിക്കും. ഇവിടുത്തെ പാക്കിങ്ങിൻ്റെ അത്
നമ്മുടെ സ്നോവും കൂടി ഉണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് 500 കിട്ടും, ഇല്ലെങ്കിൽ 250 കിട്ടും ഒരു വണ്ടിക്ക്. അപ്പോൾ അതൊക്കെ നമ്മളവിടെ കൊണ്ട് കൊടുത്ത് ക്ലീൻ ചെയ്ത് പൈസ വാങ്ങിച്ച് നേരെ വണ്ടിയിലേക്ക് ഇറന്നിട്ടിരിക്കും. വൈകിട്ട് അബീക്കട ചിലവാണ്. ഇത് പൈസ കൂടുതൽ കിട്ടിയോണ്ട് അബീക്കട ചിലവാ അതാ. അപ്പോൾ നേരത്തെ ഞങ്ങൾ വരാൻ ഇല്ല, ആ കാണുന്നില്ല, അവിടെയൊക്കെ പോയി കുളിക്കുമായിരുന്നു. ഇപ്പോൾ ആരുമില്ല. എന്തോരം വണ്ടിയുള്ള സ്ഥലമെന്ന് പറയുന്നത്. ഇവിടെ ഈ നിരയിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് നിറച്ച് വണ്ടിയായിരിക്കും. ഇവിടെയൊക്കെ മൊത്തം വണ്ടിയായിരിക്കും കൊണ്ടുവരുന്നത്. പാർക്കിങ്ങിലൊരു വണ്ടി പോലും ഇല്ല, വെറുതെ അലമ്പായിട്ട് കിടക്കണം അവിടെ. നമ്മൾ നടന്നത് ഇത് കണ്ടല്ലോ, സിൽവർ സ്ട്രോം പാർക്കിംഗ് ഏരിയ. ഇപ്പോൾ പാർക്കിംഗ് ഏരിയയിലൊക്കെ നോക്കിയിട്ട് ഒരു വണ്ടി പോലും ഇല്ല. നോക്കി എങ്ങനെ നടന്നത്, അവിടെയൊക്കെ നിറച്ച് വണ്ടി ഇറങ്ങിയ സ്ഥലത്ത് ഇവിടെ ഒരു വണ്ടിയില്ല. നോക്കിയേ, നമ്മുടെ ഒരു 2 ട്രാവലറും 249 കിടപ്പുണ്ട്. അതിൽ ആ കാണാണ് കേട്ടോ നമ്മുടെ റൂം. ആ കാണാനൊക്കെ നമ്മുടെ റൂമും കാര്യങ്ങളും, AC റൂമും അല്ലാണ്ട് നോൺ AC റൂമും, പിന്നെ അവിടെ കിടക്കാനുള്ള സെറ്റപ്പുണ്ട്, ബാത്റൂമുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. നേരെ വണ്ടിക്കകത്ത് തണുള്ളത് പിടിച്ച് അവിടെ അങ്ങനെ പോയി കിടക്കാമല്ലോ വിചാരിച്ചിരിക്കേ. അപ്പോൾ ഇനി വൈകിട്ടാകുമ്പോൾ പിള്ളേരെ ചെന്നെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പ്രോഗ്രാം. അതുവരെ കിടന്നുറങ്ങുക, വേറൊരു പരിപാടിയില്ല. നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ സിൽവർ സ്ട്രോമിലേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ നല്ല മഴ, നല്ല അടിപൊളി മഴയാണ് കേട്ടോ. തീങ്കേറ്റൊക്കെ തുതിര അടിപൊളി വൈപ്പർ ടൈപ്പ്. നമ്മുടെ പിള്ളേരൊക്കെ വന്നിരിക്കണം. വിളിച്ചായിരുന്നു അമ്മ? ഇല്ലല്ലോ. സിൽവർ സ്ട്രോം എന്തോരം വണ്ടി കണ്ടാണ് ടൈമാണെന്നത്. ഒരു വണ്ടി പോലും ഇല്ല. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അകത്തെ ലൈറ്റ് അത് ബാക്കിലെത്താൻ മറ്റേ പേര് എഴുതി വെച്ചില്ലേ, അത് ഓണാക്കിക്കണടാ. യാസീൻ എങ്ങനെയുണ്ട്? പറ്റല്ലേ? ഈ നിയോണിന് ഇച്ചിരി വെട്ടക്കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഈ പില്ലറ്റും അതേപോലെ തന്നെ ഈ ഒരു കറങ്ങൽ ലൈറ്റും പിന്നെ ഒരു പില്ലറ്റും പിന്നെ ഈ നമ്മുടെ എന്താ പറയണ്ട ചെറിയ ചെറിയ ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ വലിയ വർക്കൊന്നുള്ള വണ്ടിയൊന്നുമില്ല. അത്യാവശ്യം ഇത് കണ്ട പരിപാടിയൊക്കെ ഉള്ളത് കണ്ട പരിപാടി. ഭയങ്കര മഴ, ഒരു രക്ഷയില്ല. രക്ഷയില്ലെന്ന് വെച്ചിട്ടുണ്ടത് അയ്യോ ഇതൊന്നും നനഞ്ഞ് ഇത് കണ്ട നല്ലായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ഓട്ടോ കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരെ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തുന്നത്. നമ്മുടെ ചെറുക്കൻ നമ്മൾ അകം കാണിച്ച പോലെ അല്ല പുറം കണ്ടില്ലേ, ലൈറ്റും കൂടി ഒക്കെ നെയിം ബോർഡും കൂടി ലൈറ്റ് തെളിച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? എന്തായാലും ചെയ്യാവുന്ന രീതിയിൽ ചെയ്ത് നല്ല വൃത്തിക്കും മെനക്കെടുത്തിട്ടുണ്ട് വണ്ടി. അതാണ് സെറ്റ് വണ്ടി, ഒന്നും പറയാനില്ല. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ ഓട്ടോ ഒക്കെ കഴിഞ്ഞതേ നമ്മൾ വണ്ടി ഇറങ്ങ പറമ്പിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടി പറമ്പിലിറങ്ങുന്നത്. ഇത് ഇവിടെ നമ്മുടെ കാട്ടുപുറം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു പറമ്പുണ്ട്, അവിടെ നമ്മുടെ വണ്ടി ഇറങ്ങുന്നത് ചെറുക്കൻ ഇറങ്ങണം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് സത്യം പറഞ്ഞൊരു വൈൻഡപ്പ് ഇല്ല. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് നാളെ ഇതുമായിട്ട് തന്നെ അടുത്തോട്ടുണ്ട്. അപ്പോൾ കാരണം ഇന്നത്തെ ഒരു വീഡിയോ ചെറുതായതുകൊണ്ട് ഇവിടെ ഗ്ലാസ് അടച്ചിട്ടില്ല, ഇത് ഗ്ലാസ് അടക്കാനുണ്ട്. ഇവിടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ഇല്ല, നമുക്ക് നാളെയാണ് വൈൻഡപ്പ്. അപ്പോൾ ഓക്കെ, നമ്മൾ നാളെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പും അടുത്ത വീഡിയോയുടെ ഓട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ദേ നമ്മൾ രണ്ടാമത്തെ ഓട്ടത്തിന് വേണ്ടി നമ്മുടെ പറമ്പിൽ വന്നു. നമ്മുടെ വണ്ടി ചെറുക്കൻ കിട്ടുന്നത് നമ്മുടെ ചെറുക്കൻ നമ്മുടെ ചെറുക്കത്തെ കിടക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് വണ്ടിക്ക് ബ്രേക്ക് കൊള്ളിക്കാനുണ്ട്. ബ്രേക്ക് കൊള്ളിച്ചിട്ട് വേണം നമുക്ക് ഓട്ടം പോകാം. നമുക്ക് ചന്ദ്രൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരൊരു കല്യാണമാണ്. അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മളിതേ ഓട്ടോ എടുക്കാനായിട്ട് ഇവിടെ എത്തി. നമ്മുടെ ചന്ദ്രൂര് ഇപ്പോൾ റോഡ് പണിയൊക്കെ ഇറന്നിട്ടിരിക്കുന്നുണ്ട്. സൈഡിൽ ഒതുക്കിയിട്ടേക്കാണ് ചെറുക്കനെ. സ്ഥലം പൊതുവെ കുറവാണ്. പിന്നൊരു ട്രാവലറും കൂടി ഉണ്ട്.
ശരി 19 സീറ്റ് ഒരു ട്രാവലർ വി ബ്രോസ് എന്ന് പറയുന്നത്, അത് ബാക്കി കിടപ്പുണ്ട്. നമ്മുടെ കമ്പനിക്കാരൻ ചേട്ടൻ്റെ വണ്ടിയാണ്. എന്തതി ഇവിടെ നേരെ കുട്ടുങ്ങല്ലൂർ. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ സത്യം നമ്മൾ അറിഞ്ഞത്. കൊടുങ്ങല്ലൂരല്ല, കൊടുങ്ങല്ലൂരിൽ നിന്ന് കുറച്ചും കൂടി ഓട്ടമാണ്. അപ്പോൾ അതെ നേരെ ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി അവിടെ എങ്ങനെയാണെന്ന് എന്തോന്നും നമുക്കറിയാൻ പാടില്ല. എന്തായാലും നേരെ അങ്ങോട്ട് പോകണം. അല്ലെങ്കിൽ നമ്മുടെ ഷെഡോണിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകണം. അല്ല നമ്മുടെ ഈ നടത്തുന്നത് BMRൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകണം. ഈ രക്ഷയില്ലാത്ത ഫീലാണ് അത്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്താ പറയുക, അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ട്രാവൽ ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഫുള്ളും. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. കാരണം ഈ കല്യാണ പരിപാടിയാണല്ലോ, അതിൻ്റെ അകത്ത് പിന്നെ പ്രത്യേകിച്ച് എടുക്കാൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുമില്ല. അതെ നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക്. അപ്പോൾ അതേ നമ്മൾ ഓട്ടം കഴിഞ്ഞ് എത്തി. രണ്ടാമത്തെ ഓട്ടം കഴിഞ്ഞ് നമ്മൾ ഷെഡിലെത്തി. അതായത് ഷെഡിലല്ല, ഈ ഗ്രൗണ്ടിൽ കണ്ടോ, അല്ലെ പിള്ളേർ കളിക്കുന്നുണ്ടോ. നമ്മൾ ഗ്രൗണ്ടിലെത്തി. ചെറുക്കുന്നത് ഇറങ്ങി. നെയിം ബോർഡ് ഓഫാക്കി, അതേപോലെ തന്നെ ഗ്രിൽ ലൈറ്റ് ഓഫാക്കി. ഇപ്പം അകത്ത ലൈറ്റ് കിടപ്പുണ്ട്, അതിൽ നെയിം ബോർഡും കിടപ്പുണ്ട്. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, അടുക്കൊന്നുമില്ല. ചെറുക്കനെ അങ്ങനെ സൈഡിൽ കൊണ്ട് നമ്മളെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ പരിപാടി നേരെ ഇത് കഴിഞ്ഞ് ഓട്ടം കഴിഞ്ഞു. അപ്പോൾ അതെ ഓട്ടം കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് പോകണം. വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കാനുണ്ട്, കുറച്ച് ക്ലീനിങ് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ അപ്പോൾ വീഡിയോ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ 2 ദിവസത്തെ വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ട്, അതായത് 2 ദിവസത്തെ ഓട്ടത്തിൻ്റെ വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ടാണ് ഇട്ടേക്കണത്. അപ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊന്നും ഞാൻ പറയാനില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എന്തായാലും ഓക്കെ, ഗുഡ് ബൈ.